കാസർഗോഡ് നഗരത്തിൽ നിന്ന് കടപ്പുറത്തേക്ക് പോകുന്ന പാലമാണിത്. ഈ പാലം തകർന്ന് വർഷങ്ങളായി. ദിവസവും 100-ലധികം വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ദിവസവും 2000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാലം വർഷങ്ങളായി അപകട ഭീഷണിയിലാണ്. പുതിയ പാലത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇതുവരെയും നടപടിയൊന്നുമുണ്ടായില്ല. പാലം തകർന്നാൽ കടപ്പുറം ഒറ്റപ്പെടും. 5000-ലേറെ കുടുംബങ്ങളാണ് കടപ്പുറത്ത് താമസിക്കുന്നത്. രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും ഈ പാലം വഴിയല്ലാതെ വേറെ മാർഗമില്ല. വീതി കുറഞ്ഞ പാലത്തിലൂടെ വലിയ വാഹനങ്ങളുടെ യാത്ര ഏറെ പ്രയാസകരമാണ്. പുറം ലോകവുമായി കടപ്പുറത്ത് ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാലമാണ് കസബ നടപ്പാലം. 1974-ൽ നിർമ്മിച്ച ഈ നടപ്പാലത്തിന് പിന്നീട് ഒരു തവണ പോലും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. നടപ്പാലത്തിന്റെ 2 ഭാഗത്തും റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പാലമില്ലാത്തതിനാൽ പ്രയോജനപ്പെടുന്നില്ല. കൈവരി തകർന്ന ഈ പാലത്തിലൂടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും കടന്നുപോകുന്നത്. പാലെല്ലാം പോയി, കുടിച്ചവരെന്നെ കുറെ ആൾക്കാർ വീണ് ആസ്പത്രിയെല്ലാം കടന്ന് മുള്ളു ഇതെല്ലാം കൊണ്ടിട്ട് അവരെ കുറെ പൈസ അതെല്ലാം ചെലവാക്കിയിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. ഗവൺമെന്റിന്റെ കൈവന്ന് ഇങ്ങനെ നോക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പോകുന്നതല്ലാതെ പേപ്പറിൽ വലിയ ബണ്ടക്കക്ഷരത്തിൽ വരുന്നുണ്ട്, എന്നാലും ഇത് ശരിയാകുന്നില്ല. കസബ കടപ്പുറത്തേക്കുള്ള നടപ്പാലമാണിത്. കൈവരികൾ തകർന്ന ഈ പാലത്തിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ്. ദിവസവും 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതുവഴി നടന്നു പോകുന്നത്. ക്യാമറമാൻ രാജേഷിനൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1.